നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VK മധുസാറിൻ്റെ ഒറ്റ നിറമുള്ള മഴവില്ല് എന്ന ലേഖനമാണെന്ന് വായിക്കുന്നത്. നീലാകാശത്തുയരുന്നു നാനാവർണ്ണ കമാനം, റെയിൻബോ റെയിൻബോ നീ നല്ലൊരു നാളിൻ്റെ നാണി. മലയാളത്തിൻ്റെ പ്രിയ കാഥികൻ വി സാംബശിവൻ്റെ റെയിൻബോ എന്ന കഥാപ്രസംഗത്തിലേതാണ് ഈ വരികൾ. വാൻഡ വാസിലേവ്സ്കിയുടെ റെയിൻബോ എന്ന വിശ്വസാഹിത്യകൃതിയുടെ കഥാപ്രസംഗ ആവിഷ്കാരം. പോളണ്ടിൽ ജനിച്ച വാൻഡ വാസിലേവ്സ്കിയുടെ ഈ കൃതിക്ക് സാഹിത്യത്തിനുള്ള സ്റ്റാലിൻ പ്രൈസ് ലഭിക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിപ്പട സോവിയറ്റ് യൂണിയൻ്റെ പല പ്രദേശങ്ങളും ആക്രമിച്ച് കീഴടക്കി. ജർമ്മൻ പട്ടാളത്തിൻ്റെ ക്രൂരതകൾ റഷ്യൻ ഗ്രാമങ്ങളിൽ നടമാടാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതങ്ങളെയും സംസ്കാരത്തെയും പിച്ചു ചീന്തുന്ന ജർമ്മൻ പട്ടാളക്കാരെ നേരിടാൻ സ്ത്രീകൾ പല ഉപായങ്ങളും ആവിഷ്കരിച്ചു. ഒളിപ്പോരാളികളുടെ ചെമ്പടയുടെയും പോരാട്ടങ്ങളുടെയും അവർ ചേർന്ന് നിന്നു. ഫാസിസത്തിൻ്റെ കരിമ്പുക നീങ്ങി തെളിഞ്ഞ ആകാശവും റഷ്യൻ ചക്രവാളത്തിൽ ഉദിച്ചിരുന്ന വിജയത്തിൻ്റെ മഴവില്ലും അവർ കാത്തിരുന്നു. ലോകത്ത് വിനാശം വിധിച്ച ഫാസിസത്തിൻ്റെ ഈ ഭീകരമുഖം വാൻഡ തൻ്റെ കൃതിയിൽ പ്രതിഫലിപ്പിച്ചു. റെയിൻബോ എന്ന പേരിലുള്ള DH ലോറൻസിൻ്റെ പ്രശസ്തമായ മറ്റൊരു നോവലിനെയും വിസ്മരിക്കുന്നില്ല. മനുഷ്യജീവിതത്തിൻ്റെ വസന്തകാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഏഴൊഴുകുള്ള മഴവില്ലുകൾ സംസ്കാരങ്ങളുടെ മനോഹരങ്ങളായ ആഭരണങ്ങളാണ്. കാവ്യകലാരൂപങ്ങളും സർഗാത്മക സൃഷ്ടികളും ആവിഷ്കാരങ്ങളും മനുഷ്യചരിത്രത്തിൻ്റെ പാഠങ്ങളും പാഠഭേദങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും എല്ലാറ്റിൻ്റെയും ഉത്തംഗമായ ഉൾച്ചേരലുകളാണ് സംസ്കാരത്തിൻ്റെ മനോഹരമായ മഴവില്ലുകൾ തീർക്കുന്നത്. മനുഷ്യ സംസ്കാരങ്ങൾക്ക് മേൽ കടന്നാക്രമണങ്ങൾ ചരിത്രകാലഘട്ടങ്ങളിലുടനീളം സംഭവിച്ചിട്ടുള്ളതായി കാണാം. തത്വചിന്തകന്മാർ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, കലാകാരന്മാർ തുടങ്ങി ലോകത്തിലെ വൈജ്ഞാനിക സമ്പത്തിൻ്റെ കാവൽക്കാരായ പ്രതിഭകളെ ഉന്മൂലനം ചെയ്യാൻ മേധാവിത്വവും ഫാസിസ്റ്റ് ഭരണകൂടവും കൈകോർത്തതിന് എത്രയോ ചരിത്ര സാക്ഷ്യങ്ങൾ. ഫാസിസം അതിൻ്റെ ഉഗ്രരൂപം കൊണ്ട ചരിത്രഘട്ടത്തിൽ മാനവികതയെ സംരക്ഷിക്കാനുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ ലോകമെമ്പാടും ഉയർന്നു വരാൻ തുടങ്ങി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പാരീസിൽ ചേർന്ന എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും സമ്മേളനം ലോകത്തെമ്പാടും പുത്തൻ സാംസ്കാരിക കുതിപ്പിന് വേദിയൊരുക്കി. അധിനിവേശത്തിൽ അകപ്പെട്ടു പോയ സംസ്കാരങ്ങളുടെ വീണ്ടെടുപ്പിന് അത് പിന്തുണ നൽകി. ഇതേ തുടർന്ന് 1936 ലക്നൌവിൽ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന അഖിലേന്ത്യാ സംഘടന രൂപം കൊണ്ടു. ഇന്ത്യയിലെ പല പ്രവിശ്യകളിലും ഇതിൻ്റെ ചലനങ്ങളുണ്ടായി. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറാനും ദേശീയത എന്ന പുത്തൻ അവബോധം വളർന്നു വരാനും തുടങ്ങി. സംഗീതം, നൃത്തം, ചിത്രകല, ശില്പകല, സാഹിത്യം തുടങ്ങി സർഗാത്മകതയുടെ സമസ്ത മണ്ഡലങ്ങളിലും ആ ഉണർവ് പ്രതിഫലിച്ചു. സംസ്കാരത്തിൻ്റെ പ്രധാന ഉപാധികളിലൊന്ന് ഭാഷയാണല്ലോ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെയും സങ്കീർണതയും പങ്കുവയ്ക്കുന്നതാണ് ഓരോ കാലത്തും ഓരോ ദേശത്തും ഉയർന്നു വന്ന ഭാഷ. തനിമയാർന്ന ജീവിതാവിഷ്കാരങ്ങൾക്കും ശരിയായ ബോധനിർമ്മിതികൾക്കും അനിവാര്യമായ ആയുധമായിട്ടാണ് ഭാഷ പ്രവർത്തിക്കുന്നത്. യുനെസ്കോയുടെ കണക്കനുസരിച്ച് 11,000 ഭാഷകളുണ്ടെന്ന് കാണുന്നു. ഇന്ത്യയിൽ 2,000 ഭാഷകളാണുള്ളത്. ലോകത്തെ 18% ഭാഷകൾ സംസാരിക്കുന്നത് ഇന്ത്യക്കാരാണ്. വിജ്ഞാനത്തിൻ്റെയും വിനിമയത്തിനും ഭാഷ പോലും പ്രാധാന്യമുള്ള മറ്റൊന്നില്ല. ഇത്തരം കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് മാനവ സംസ്കൃതി വളർന്നതും വികസിച്ചതും. ദേശീയവും പ്രാദേശികവുമായ എത്രയോ ഭാഷകൾ, ഗോത്രങ്ങളുടെയും ഗ്രാമങ്ങളുടെയും കീഴുള്ള ജീവിതങ്ങളുടെയും പാദമുദ്രകൾ പതിഞ്ഞു കിടക്കുന്ന ആയിരക്കണക്കിന് ഭാഷാഭേദങ്ങൾ. വരേണ്യ ഭാഷാ മേധാവിത്വങ്ങളോട് പ്രതിരോധം തീർത്ത തനതു ഭാഷകൾ തദ്ദേശീയ ജനതയുടെ മോചന സ്വപ്നങ്ങളുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഈ വൈവിധ്യങ്ങളും എത്രയോ അധികമാണ്. രാമായണ കഥ മാത്രം എടുത്തു പരിശോധിക്കാം. രാമാനുജൻ്റെ 300 രാമായണങ്ങൾ എന്ന പ്രബന്ധം തന്നെ ഉദാഹരണം. ഇന്ത്യയിലും ഏഷ്യൻ രാജ്യങ്ങളിലുമായി 300-ലധികം രാമായണ കഥകളുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. 1985 അസോസിയേഷൻ ഓഫ് ഏഷ്യൻ സ്റ്റഡീസിൽ അദ്ദേഹം അവതരിപ്പിച്ച ഈ തീസിസ് പിന്നീട് ലോകത്ത് അക്കാദമിക് വേദികൾ പലയിടത്തും ചർച്ചാ വിഷയമാവുകയുണ്ടായി. ആസൂത്രിതമായ ഒരു പ്രക്ഷോഭത്തിലൂടെ ഡൽഹി സർവകലാശാലയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഈ പ്രബന്ധം എടുത്തു മാറ്റിച്ചത് വർത്തമാനകാല സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. മലബാറിൽ പ്രചാരത്തിലുള്ള മാപ്പിള രാമായണം മറ്റൊരു മനോഹരമായ ഉദാഹരണമാണ്. രാമായണ കഥയെ മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിൽ ലളിതസുന്ദരമായി ആവിഷ്കരിക്കുന്ന ഈ രാമായണത്തിലെ ചില വരികൾ നോക്കൂ. 3 പെണ്ണിനെ ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മിക്കുമ്മായം മറിഞ്ഞ് മക്കളില്ല പാട്ട്, പായസം കുടിച്ചു 3 4 പെറ്റ പാട്ട്, 4ലും മൂത്തുള്ള ലാവൻ്റെയിലു കൂട്ടും പാട്ട്. ഇന്ത്യയിൽ നിലനിന്ന 4000-ഓളം ഗോത്രങ്ങളും ജാതി ഉപജാതികളും അവയെല്ലാം പ്രദാനം ചെയ്ത വിശ്വാസങ്ങളും ആചാരങ്ങളും നമ്മുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നിട്ടുണ്ട്. പ്രധാനമായി ഇന്ത്യയിൽ ആവിർഭവിച്ച 4 മതങ്ങളും പുറത്തുനിന്നും വന്ന 3 മതങ്ങളുമാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ ചിന്തകളെയും വിശ്വാസങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും കലകളുടെയും കാര്യത്തിൽ ഇന്ത്യ സമ്പന്നമായിരുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ. നാടൻ കലാരൂപങ്ങളും നാടോടിപ്പാട്ടുകളും സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതാവിഷ്കാരങ്ങളായിട്ടാണ് ഉയർന്നു വന്നത്. നാട്ടുരാജ്യങ്ങളുമായി ചിതറിക്കിടന്ന ഭാരതത്തിൽ രാജസദസ്സുകളെ അലങ്കരിച്ചിരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ സൃഷ്ടികളല്ല. കൃഷിയിടങ്ങളിലും തൊഴിലിടങ്ങളിലും പണിയെടുക്കുന്ന മനുഷ്യരുടെ യാതനകളും അവർ അനുഭവിക്കുന്ന വിവേചനത്തിനുമെല്ലാം എതിരായ പ്രതിരോധമായിരുന്നു.
ജനങ്ങളുടെ കലയും സാഹിത്യവും. വിദ്യാഭ്യാസത്തിലും ഭാഷയിലും മാത്രമല്ല വിശ്വാസങ്ങളിലും ആരാധനകളിലും അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വലിയ സമൂഹം ഇന്ത്യയിലുണ്ടായിരുന്നു. സവർണ ദൈവങ്ങളെ കുടിയിരുത്തി ശ്രീകോവിലുകൾക്ക് മുന്നിലൂടെ പ്രവേശനം ലഭിക്കാതിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർ സ്വന്തം ദൈവങ്ങളെ സ്വയം കണ്ടെത്താൻ നിർബന്ധിതരാവുകയായിരുന്നു. മലദൈവങ്ങളും പ്രകൃതിയുടെ വരദാനങ്ങളായ മരങ്ങളും പാമ്പുകളും ഇവയുടെ താവളങ്ങളായ കാവുകളും പ്രകൃതിയുടെ പ്രതീകമായ അമ്മൻ കോവിലുകളുമെല്ലാം അവർ സ്വയം കണ്ടെത്തിയ ആരാധനാലയങ്ങളായിരുന്നു. ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥയുടെ അടിത്തട്ടുകളിൽ മണ്ണിൽ ജീവിച്ച പച്ചയായ മനുഷ്യരുടെ ആവിഷ്കാരങ്ങൾ തങ്ങൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കുമെതിരെയുള്ള പ്രത്യാക്രമണങ്ങൾ കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള എണ്ണമറ്റ ധാരകളുടെ മഹാപ്രവാഹമാണ് ഭാരതീയ സംസ്കാരം. ജർമ്മൻ സംസ്കാരത്തിൻ്റെ ചവക്കൂനകൾക്ക് മുകളിലാണ് ഹിറ്റ്ലർ വംശീയ ആര്യ ആധിപത്യത്തിൻ്റെ കോട്ടകൾ പണിതുയർത്തിയത്. കലയെയും സാഹിത്യത്തെയും വംശാധിപത്യത്തിൻ്റെ ഉപകരണങ്ങളാക്കി ഹിറ്റ്ലർ പുനർനിർമ്മിച്ചു. തദ്ദേശീയമോ ജനകീയമോ ആയ സംസ്കാരങ്ങളുടെ കണികകൾ പോലും ഉന്മൂലനം ചെയ്ത് വെറുപ്പിൻ്റെ ആശയതലങ്ങൾ വികസിതമാക്കി ഭയത്തിൻ്റെ അന്തരീക്ഷം പണിയുകയാണ് ഫാസിസം ചെയ്യുന്നത്. വർത്തമാനകാലത്തിലും അജയ്യതയുടെ പ്രതീകങ്ങളായ അവതാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് സാംസ്കാരിക അധീശത്വത്തിലൂടെയാണ്. ആധുനിക കാലത്തെ സിനിമയും മാധ്യമങ്ങളും സാങ്കേതിക വളർച്ചയും എല്ലാം ഈ പ്രതിഭാസത്തിൻ്റെ ഉപകരണങ്ങളായി മാറുന്നു. ജനങ്ങളുടെ തനതായ എല്ലാ ദേശീയ സങ്കല്പങ്ങൾക്കും സാംസ്കാരിക ധാരകൾക്കും മേലെ ഏകാത്മകമായ ആശയത്തിൻ്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കുക എന്നത് ഫാസിസത്തിൻ്റെ സവിശേഷതയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. കലയിൽ, സാഹിത്യത്തിൽ, പാഠപുസ്തകങ്ങൾ, ചരിത്രത്തിൽ എല്ലാം ഈ വ്യാജ നിർമ്മിതികളാണ് ഇന്ത്യയിൽ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന സാംസ്കാരിക ദേശീയത എന്ന ആശയം ഈ ദിശയിലാണ് നോക്കിക്കാണേണ്ടി വരുന്നത്. ഇന്ത്യയിൽ കോളനി വാഴ്ചയ്ക്കെതിരായി ജനങ്ങൾ ഉയർന്നു വന്ന സ്വാതന്ത്ര്യബോധവും സാമൂഹികമായ നീതിബോധവുമാണ് ഇന്ത്യൻ ദേശീയതയായി രൂപപ്പെട്ടത്. അസേതു ഹിമാചലം, അപാലവൃത്തം മനസ്സുകൾ ഉദിച്ചേർന്ന ജനശക്തിയായിരുന്നു അത്. ജനകീയമായ കൂടിച്ചേരലുകളും ചെറുത്തുനിൽപ്പും ത്യാഗസുരഭിലമായ പോരാട്ടങ്ങളുമായിരുന്നു അതിൻ്റെ കാതൽ. ജാതീയതയും മതപരവും ഭാഷാപരവുമായും പ്രാദേശികവുമായ എല്ലാ അതിർവരമ്പുകളും അലിഞ്ഞില്ലാതാവുകയും ദേശീയത രാജ്യത്തിൽ അധിഷ്ഠിതമാവുകയും ഒരു വികാരമായി പരിണമിക്കുകയും ചെയ്തു. സ്വതന്ത്ര ഭാരതം പിറന്നതിനു ശേഷം ദേശരാഷ്ട്രം എന്ന നിലയിൽ വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുടെ ചട്ടക്കൂട് അതിനെ ദൃഢപ്പെടുത്തി മുന്നോട്ട് നയിച്ചു. ജനാധിപത്യത്തിൻ്റെയും തുല്യതയുടെയും മൂല്യസങ്കല്പങ്ങൾ അതിന് ശോഭ നൽകുന്നുണ്ട്. എന്നാൽ ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ ആർഷഭാരത സംസ്കാരമാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യമെന്നും വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളുമാണ് അതിൻ്റെ ദാർശനിക അടിത്തറയെന്നും ഉറക്കെ പ്രഖ്യാപിച്ചൊക്കെയാണ് സാംസ്കാരിക ദേശീയത. 3500 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വൈദിക കാലഘട്ടത്തിൻ്റെ മുഖമുദ്രയായ ചിന്താസരണികൾ തുറന്നു വയ്ക്കുകയും ഏകത എന്ന ആശയത്തിലേക്ക് അതിനെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് സിന്ധു, ഗംഗാ നദീതടങ്ങളിൽ ആവിർഭവിച്ച തദ്ദേശീയമായ സംസ്കൃതിയാണ് വൈദികാധിപത്യത്തിൽ തകർന്നുപോയത്. ഹാരപ്പയിലും മോഹൻജദാരോയിലും ഭാരതത്തിൻ്റെ തദ്ദേശീയമായ ആദിമ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളാണ് കണ്ടെത്തിയത്. മതവിശ്വാസങ്ങളുടെ പേരിൽ സഹോദരൻ ശത്രുവായി മാറുന്നതും വേട്ടയാടപ്പെടുന്നതും വർത്തമാനകാല ഇന്ത്യയിൽ നേർക്കാഴ്ചകളാണ്. ടെലിവിഷനും സിനിമയും എല്ലാം ഭിന്നതയുടെയും വെറുപ്പിൻ്റെയും ആശയങ്ങളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നൂറ്റാണ്ടുകൾ പിന്നിലുള്ള കാലഹരണപ്പെട്ട പ്രാകൃത ചിന്തയുടെ പുനരാവിഷ്കരണമാണ് അത്. ശ്രീരാമനെക്കുറിച്ചുള്ള സിനിമ കാണാൻ ഹനുമാൻ എത്തുമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പ്രദർശനശാലകളിൽ ഒരു കസേര ഒഴിച്ചിടുന്ന സംഭവങ്ങളും അരങ്ങേറുന്നു. രാമായണത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ആദിപുരുഷ എന്ന സിനിമയുടെ പ്രദർശനശാലകളായിരുന്നു ഈ കൗതുക കാഴ്ച. വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കി ലാഭം കൊയ്യാനുള്ള കമ്പോള തന്ത്രമാണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അടുത്തിടെ ഏറ്റവും അധികം പണം വാരിയ തെലുങ്ക് ചിത്രം RRRനെപ്പറ്റിയും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നുവല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകം മറ്റു ചിലർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും അനുഗുണമായൊരു മിത്ത് നിർമ്മിച്ചു നൽകുകയാണ് ചിത്രം ചെയ്തതെന്ന വിമർശനമാണ് പ്രമുഖ സിനിമാ നിരൂപകരിലും ചില സംവിധായകരുമെല്ലാം ഉയർത്തിയത്. അതേ തെലുങ്ക് സംവിധായകൻ്റെ മറ്റൊരു ചിത്രമായ ബാഹുബലിയും സാംസ്കാരിക ദേശീയത വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള വർണ്ണാശ്രമത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തിൻ്റെ മിത്തിനെയാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. മലയാളിയുടെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ കാര്യം ഉദാഹരണമായി എടുക്കുക. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശത്തും വിശ്വാസം ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമന രൂപത്തിൽ ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനായ അസുര ചക്രവർത്തിയായ മഹാബലിയെ നിഗ്രഹിച്ചു എന്നതാണ്. എന്നാൽ മലയാളികൾ കൊണ്ടാടുന്ന തിരുവോണം അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ഉത്സവമാണല്ലോ. നമ്മുടെ ഐതിഹ്യപ്രകാരം മാവേലി നാടെന്നാൽ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന ക്ഷേമവും ഐശ്വര്യവും കളിയാടുന്ന നല്ല കാലമാണ്. നല്ലവനായ ഭരണാധികാരിയായ ദേവന്മാരും മഹാവിഷ്ണുവും ചേർന്ന് ചതിയിൽ വീഴ്ത്തുകയായിരുന്നു. ഇതേപ്പറ്റി ONV എഴുതി നോക്കൂ. ദേവകൾ തന്നൽപ്പതയോ വാമനത്വമാർന്നു, മണ്ണിൽ വന്ന മന്നവനെ വൻചതിയിൽ വെന്നു. ഇതുപോലെ വൈവിധ്യമാർന്നതും പരസ്പര വിരുദ്ധം പോലുമായ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും സംസ്കാരങ്ങളുമെല്ലാം ഇന്ത്യയുടെ ഓരോ പ്രദേശത്തും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തെ സംബന്ധിച്ച് ഏകതാനമായ ആഖ്യാനം വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നാലെ വരാനിരിക്കുന്നത് ആ ആഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യൻ ദേശീയതയെ
നിർവചിക്കാനുള്ള നീക്കമാണ്. ഇതിനകം ആരംഭിച്ചൊഴിഞ്ഞ അത്തരം നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും തന്നെ ഭീഷണിയായി തീരുമെന്ന ആശങ്ക അസ്ഥാനത്തല്ല. ഒരു രാഷ്ട്രം, ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു ഭരണാധികാരി, ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നിങ്ങനെ എല്ലാം ഒന്നിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുന്ന വൈവിധ്യങ്ങളുടെയും ബഹുസ്വരതകളുടെയും നിരാകരിക്കുന്ന ആശയതലം അനുദിനം വികസിപ്പിച്ചു വരികയാണ്. തദ്ദേശീയവും ജനകീയവും വൈവിധ്യപൂർണവുമായ സംസ്കാരധാരകളെയെല്ലാം അത് മായ്ച്ചു കളയുന്നു. വൈവിധ്യങ്ങളുടെ നിറങ്ങളും ബഹുമുഖമായ സ്വരങ്ങളും നഷ്ടമാവുന്നു. മനുഷ്യ സംസ്കാരത്തിന് ശോഭ ചൊരിയുന്ന മഴവില്ലുകളുടെ നിറങ്ങൾ അത് മായ്ച്ചു കളയുന്നു. മഴവില്ലുകൾ ഒറ്റ നിറമായി മാറുന്നു. നന്ദി.